അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ ദിവസം ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ ക്ലാസ്സിൻ്റെ ചെറിയൊരു ഭാഗം കാണാനിടയായി. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് ഇടപെടാൻ കഴിയാത്ത, നമുക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയവും നമ്മുടെ മനസ്സും അതിൽ കൊടുത്ത് വെറുതെ സമയം കളയേണ്ടതില്ല എന്നാണ്. അയാൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് നമ്മളതിൽ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ സമയവും നമ്മുടെ ആയുസ്സും ജീവിതമൊന്നും കളയണ്ട എന്നാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു മുഅ്മിനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഈ ഒരു നിലപാടെടുക്കാൻ കഴിയും. തന്നെ സ്വാധീനിക്കാത്ത വിഷയമാണ്, തനിക്കൊരു നിലക്കും ബാധിക്കാത്ത വിഷയമാണ്, പക്ഷെ അതിൽ ഞാനൊന്ന് ടെൻഷൻ അടിച്ചിട്ടോ അതിൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടോ ഒന്നും കാര്യമില്ല എന്നൊരു മുഅ്മിനിന് ആ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നതാണ് ഹബീബായ റസൂലിൻ്റെ ഹദീസുകൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ: ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഒരാൾക്ക് സ്വന്തം ശരീരത്തിന് വരാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തൻ്റെ സഹോദരന് വരുമ്പോൾ അതും അതുപോലെ ഇഷ്ടപ്പെടാൻ കഴിയണം. എനിക്കൊരു വീടുണ്ട് എന്ന് വിചാരിക്കുക, ഞാൻ എത്രത്തോളം സന്തോഷവാനായിരിക്കും, അതേ സന്തോഷം തന്നെ തൻ്റെ സഹോദരനൊരു വീടുണ്ടാകുമ്പോൾ ആ സന്തോഷം നമുക്കുണ്ടാകുന്നത് വരെ നിങ്ങളാരും മുഅ്മിനാവുകയില്ല. അതേപോലെ തന്നെയാണല്ലോ തൻ്റെ സഹോദരനൊരു വിഷമം വരുമ്പോൾ തൻ്റെ വിഷമം പോലെ അതിനെ മനസ്സിലാക്കാനും, തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ആ വിഷമത്തിൽ അവനോടൊത്ത് സഹതപിക്കാനും, അവനോടൊരു സിമ്പതി അല്ലെങ്കിൽ എമ്പതി കാണിക്കാനൊക്കെ ഉള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഈ നിലപാടെടുക്കാൻ കഴിയില്ല. നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങൾ ആലോചിച്ച് അതിൽ വെറുതെ നമ്മുടെ സമയം കളയരുത് എന്നാണ് പറയുന്നത്. ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിശ്വാസി എന്ന് പറയുന്നത് എപ്പോഴും പരസ്പരം കണക്റ്റഡ് ആണ്. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, തൻ്റെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, താൻ ബാധിക്കുന്ന, താൻ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടിയൊക്കെ അവരുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നമായി കണക്കാക്കാൻ കഴിയുന്നവനാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. ഹബീബായ റസൂൽ മറ്റൊരു ഹദീസ് കാണാൻ കഴിയും: മൻ ലാ യഹ്തമു ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹു. ഒരുത്തൻ അവന് വിശ്വാസികളുടെ ഒരു കാര്യവും അവനെ ടെൻഷൻ അടിപ്പിക്കണില്ല. അപ്പോൾ ഫലസ്തീനിൽ അങ്ങനെ നടക്കുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുന്നു, മറ്റു വിശ്വാസികൾ ക്രൂരതകൾക്കിട ഇരയാകുന്നു. ഇതൊന്നും ഇവന് ഒരു ടെൻഷൻ അടിപ്പിക്കുന്നില്ല എങ്കിൽ ഫലൈസ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനല്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് നിലപാടെടുക്കാൻ കഴിയില്ല. തനിക്ക് ബാധിക്കാത്ത, തന്നോട് നേരിട്ട് കണക്റ്റ് ആവാത്ത വിഷയങ്ങളിൽ താൻ അത് ആലോചിച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല, നമ്മുടെ ജീവിതത്തിൽ കളയേണ്ടതില്ല, നമ്മുടെ മനസ്സതിലേക്ക് വ്യാപൃതമാക്കേണ്ടതില്ല എന്നൊരു ചിന്ത ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. പക്ഷേ നമ്മുടെ സൈക്കോളജി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ടെൻഷൻ ആകുന്നത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. ഇപ്പോൾ ഫലസ്തീനിൽ ഒരുപാട് കുട്ടികൾ ആക്രമിക്കപ്പെടുന്നു, അതിലൊക്കെ നമുക്ക് വേദനകളും സഹതാപവും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആ യുദ്ധം പടർന്നപ്പോൾ പടച്ചോനെ ഇനിയിപ്പോൾ ജോലി മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ, അപ്പോഴാണ് നമുക്ക് ടെൻഷൻ. അപ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അല്ല, ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവർക്കുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാൽ നടത്തപ്പെടാനൊക്കെ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാനും, അവരോടൊത്ത് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരോടൊത്ത് അവരുടെ വേദനയിൽ പങ്കുചേരാനുള്ള ഭാഗ്യം, ആ ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.